ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഡോക്ടർ ദിവ്യ എന്നാണ്. ഞാൻ അമൃത ഹോസ്പിറ്റലിലെ ജെറിയാട്രിക്സ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ആൻഡ് ഞാൻ ഇന്ന് നിങ്ങളോട് എല്ലാവരോടും ബേസിക്കലി ഡിമെൻഷ്യ ഉള്ള ഒരാൾക്ക് വേണ്ടി നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് മരുന്നുകളെ പറ്റിയല്ല, മരുന്നുകൾക്കുപരിയായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യണം, എന്തിലൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബേസിക്കലി എന്താണ് ഡിമെൻഷ്യ എന്ന് അറിഞ്ഞിരിക്കണം, അതിൻ്റെ ടൈപ്പുകൾ എന്തൊക്കെയാണെന്ന് ഒരു മനസ്സിലാകണം. പിന്നെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, നമ്മൾ ഈ പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നവർക്ക് ഫേസ് ചെയ്യുന്ന ചലഞ്ചസും പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഒരു സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകുന്ന ഡിമെൻഷ്യ പേഷ്യൻസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ ബേസിക് കെയർ ഗിവിങ് ടിപ്സും, സ്വന്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡിമെൻഷ്യ ഉള്ള ഒരു രോഗിയെ പരിചരിക്കുന്നത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ സെൽഫ് കെയർ എങ്ങനെ ചെയ്യാം എന്നുള്ളതും മനസ്സിലാകണം. വേറെ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ലൊക്കാലിറ്റിയിൽ നമ്മുടെ റിസോഴ്സസും, നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം, ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസിന്റെ പരിചാരകർക്കുള്ള സപ്പോർട്ട് സിസ്റ്റം എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ എന്നുള്ളതും ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവണം. ആദ്യം തന്നെ ഡിമെൻഷ്യ എന്ന് വെച്ചാൽ എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഡിമെൻഷ്യ എന്ന് വെച്ചാൽ എന്താണെന്ന്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. മെമ്മറി ലോസ്. പൊതുവെ നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ മറവി രോഗം എന്ന് പറഞ്ഞാൽ മറവി വരുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. എന്നിരിക്കലും ഡിമെൻഷ്യ എന്ന് പറയുന്നത് മറവി മാത്രമല്ല, ഇത് നമ്മുടെ തലച്ചോറിന്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതൊരു അസുഖത്തിനും ഡിമെൻഷ്യയുടെ അണ്ടറിൽ വരും. അപ്പം ഡിമെൻഷ്യ എന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ ചിന്തകളെ അഫക്റ്റ് ചെയ്യാം, സ്വഭാവത്തെ അഫക്റ്റ് ചെയ്യാം. നമ്മൾ ഡേ ടു ഡേ ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുമായിരുന്നു, അത് മറന്നു പോകാം. ചിലപ്പം നമ്മൾ ഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള രീതി മറന്നു പോകാം. പല പല കാര്യങ്ങളിൽ അഫക്റ്റഡ് ആയിരിക്കാം. മെമ്മറി, അതായത് നമ്മുടെ ചിന്താശേഷിയും ഓർമ്മയും ഒക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ആൻഡ് മറവി അല്ലെങ്കിൽ ഈ മറവി രോഗം ഡിമെൻഷ്യ എന്ന് പറയുന്നത് പ്രായമാകുമ്പം എല്ലാവർക്കും വരുന്ന ഒരു അസുഖമല്ല. എല്ലാവർക്കും അത് വരാറില്ല. വരുന്നവർ ചുരുക്കമാണ്. അതിന്റെ നമ്പർ, ഡിമെൻഷ്യ ഉള്ള ആൾക്കാരുടെ നമ്പർ കൂടിക്കൂടി വരികയാണ്. കാരണം നമ്മൾ അത്രയും ബ്രെയിൻ ഇപ്പം എക്സസൈസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഡിമെൻഷ്യ പല തരത്തിലുണ്ട്. ഏറ്റവും കോമൺ ടൈപ്പ് ഓഫ് ഡിമെൻഷ്യയാണ് അൾസൈമേഴ്സ് ഡിമെൻഷ്യ. അൾസൈമേഴ്സ് ഡിമെൻഷ്യയിൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മറവിയാണ് അഫക്റ്റഡ് ആകുന്നത് ആദ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും എല്ലാ മറവി രോഗവും അൾസൈമേഴ്സ് ആണെന്നാണ് ചിന്ത. പക്ഷെ അൾസൈമേഴ്സ് എന്ന് പറയുന്ന അസുഖം പയ്യെ തുടങ്ങി പയ്യെ കൂടി വരും. അപ്പൊ ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ മറക്കുന്നു, പയ്യെ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ അഫക്റ്റഡ് ആകുന്നു. അങ്ങനെ ആണ് ഈ അൾസൈമേഴ്സ് ഡിമെൻഷ്യ പ്രോഗ്രസ് ചെയ്യുന്നത്. വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രോക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇൻസൾട്ട്സ് എന്തെങ്കിലും നമ്മുടെ ബ്രെയിനിന് വരുമ്പോൾ വരുന്ന ഒരു ഡിക്ലൈൻ ആണ്. അപ്പം ഈ വാസ്കുലർ ഡിമെൻഷ്യ സാധാരണ ഷുഗർ, പ്രഷർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമുക്കൊക്കെ കുറച്ചുകൂടി വരാൻ സാധ്യതയുള്ള ഒരു ഡിമെൻഷ്യയാണ് വാസ്കുലർ ഡിമെൻഷ്യ. ആ അൾസൈമേഴ്സ് ഡിമെൻഷ്യ സാധാരണ ഇപ്പം ഫാമിലിയിൽ ചിലപ്പം ഒരു ഹിസ്റ്ററി ഉണ്ടായിരിക്കും, അപ്പൂപ്പൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് കുറച്ചുകൂടി കോമൺ ആയിരിക്കും. പക്ഷെ വാസ്കുലർ ഡിമെൻഷ്യയിൽ അതിൻ്റെ ഒന്നും നിർബന്ധമില്ല. ഫാമിലി ഹിസ്റ്ററി ഇല്ലാത്തവർക്കും വാസ്കുലർ ഡിമെൻഷ്യ വരാം. പക്ഷെ വാസ്കുലർ ഡിമെൻഷ്യയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറച്ചൊരു മെമ്മറി കുറഞ്ഞു, അത് വാസ്കുലർ ഡിമെൻഷ്യ ആണ് എന്നറിയാമെങ്കിൽ നമ്മുടെ മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം നല്ല കൺട്രോളിൽ വെച്ചാൽ അത് മോശമാകാതെ ആ ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. എന്തെങ്കിലും ഒരു പുതിയൊരു ഇൻസൾട്ട് വരുമ്പോഴാണ് ഈ വാസ്കുലർ ഡിമെൻഷ്യ പിന്നെയും പ്രോഗ്രസ് ചെയ്യുന്നത്. അത് കൂടാതെ നമുക്ക്
വേറെ പലതരം ഡിമെൻഷ്യാസ് ഉണ്ട്. അതിലാണ് ലൂയി ബോഡി ഡിമെൻഷ്യ, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, മിക്സഡ് ഡിമെൻഷ്യ അങ്ങനെയൊക്കെ വരുന്നത്. ഈ ലൂയി ബോഡി, ഫ്രോണ്ടോ ടെമ്പറൽ ഇങ്ങനത്തെ ഡിമെൻഷ്യയിലൊക്കെ കൂടുതലും സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. ഈ ഇങ്ങനത്തെ ഡിമെൻഷ്യാസ് കുറച്ചുകൂടി പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യും. അത് മാത്രമല്ല നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഡിമെൻഷ്യാസ് ആണ്. പക്ഷെ ഇത് അത്രയും കോമൺ അല്ല. അൽസീമേഴ്സ് ഡിമെൻഷ്യയുടെ കുറച്ചുകൂടി ലേറ്റർ സ്റ്റേജസിലും ബിഹേവിയറൽ ചേഞ്ചസ് വരും. പക്ഷെ അതിന്റെ ആ ഒരു പ്രോഗ്രഷനിൽ വ്യത്യാസമുണ്ട് കമ്പയർ ടു ഈ ഫ്രോണ്ടോ ടെമ്പറലും ലൂയി ബോഡി ഡിമെൻഷ്യ ഒക്കെ. ഈ ഡിമെൻഷ്യ എന്ന് പറയുമ്പം നമുക്ക് മറവി തോന്നാം. സംശയമല്ലോ അത്? ഓക്കെ. മറവി തോന്നാം. മറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു. ഇപ്പൊ രാവിലെ ഒരു ചാവി തപ്പി നടക്കുന്നു, അതല്ലെങ്കിൽ നമ്മളിപ്പം ഒരു വാച്ച് എവിടെ വെച്ചു എന്ന് മറക്കുന്നു, പിന്നെ കുറച്ച് കഴിഞ്ഞ് അത് ഓർമ്മ വരുന്നു. അതൊന്നും ഒരു മറവി രോഗമല്ല. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ഇത് മറക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം പല കാരണങ്ങൾ കൊണ്ട് ഇപ്പം നമ്മളുടെ ആക്സിഡൻസ് ഉണ്ടാകുന്നു നമ്മുടെ മറവി കാരണം. ലൈക്ക് ചിലപ്പം കിച്ചണിൽ വർക്ക് ചെയ്യുമ്പം ഗ്യാസ് എപ്പോഴും ഓൺ ആയിട്ട് വിടുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ പല പല ഇഷ്യൂസ് വരുമ്പോൾ, അതായത് നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിൽ അതൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ഡിമെൻഷ്യ എന്നുള്ള ഒരു ഡയഗ്നോസിസിലോട്ട് നമ്മൾ പോകുന്നത്. ചെറിയ ചെറിയ മറവികൾ അത് ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ടും ഒക്കെ ആയിരിക്കും. അത് നമ്മുടെ ഒരു മറവി രോഗമായിട്ട് കണക്കാക്കുന്നില്ല. നമുക്ക് നേരത്തെ പരിചയം ഉണ്ടായിരുന്ന പല കാര്യങ്ങളും, ഇപ്പൊ ഡ്രസ്സിങ് ആകാം, ചിലപ്പം ഷോപ്പിംഗ് ആകാം, ചിലപ്പം നമുക്ക് ATM കാർഡ് ഉപയോഗിക്കുന്നതാകാം. അങ്ങനെ നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല പ്രവൃത്തികളും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഡിമെൻഷ്യയുടെ സൈൻ ആയിരിക്കും. ചിലർക്ക് നമുക്ക് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ കാര്യങ്ങൾ നടക്കുമായിരിക്കും. പക്ഷെ ഒരു പുതിയ സ്ഥലത്തോ അല്ലെങ്കിൽ നേരത്തെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്തോട്ട് നമ്മുടെ വീട്ടിൽ നിന്നൊന്നും മാറുമ്പം നമുക്കൊരു കൺഫ്യൂഷൻ, സമയം എന്താണ്, സ്ഥലം ഏതാണ്, ഇത് ആരുടെ വീടാണ്, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ചിലർക്ക് ഇത് തുടങ്ങാറുണ്ട് മറവി രോഗം. അതുകൂടാതെ ചിലർക്ക് ലാംഗ്വേജ് പ്രോബ്ലംസ് ഉണ്ടാകും. അതായത് ചിലപ്പോൾ ചില വാക്കുകൾ കിട്ടാതാകുക, ചിലരുടെ പേര് കിട്ടാതാകുക, അങ്ങനെയും നമുക്ക് ഈ രോഗത്തിന്റെ തുടക്കം ഉണ്ടാകാം. അതുപോലെ ചിലർക്ക് ഡിസിഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല, നമുക്ക് തെറ്റ് ശരി അതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റാതെ വരിക. ചിലർക്ക് നമുക്ക് ഡിസ്ഇൻഹിബിഷൻ വരും, അതായത് നാണം പോകും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വന്നാൽ നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടും, ചിലപ്പോൾ നമുക്ക് ഡ്രസ്സ് ഊരിക്കളയും. അങ്ങനെയൊക്കെ പല പല ഇതും ഈ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് പലരിലും കാണാറുണ്ട്. മൂഡ് മാറും, ചിലർ ഡിപ്രസ്ഡ് ആകും, ചിലർ ഭയങ്കര ദേഷ്യം ഇല്ലാതിരുന്ന ഒരാൾക്ക് ദേഷ്യം വരാം. പിന്നെ ചില സ്വഭാവങ്ങൾ, നേരത്തെ ഇങ്ങനെയേ അല്ലായിരുന്ന ഒരമ്മ പെട്ടെന്ന് ഭയങ്കര സംശയം, അങ്ങനത്തെ ഒക്കെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളും ഡിമെൻഷ്യയിൽ നമുക്ക് ഒത്തിരി കാണാൻ പറ്റുന്നതാണ്. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസീവ് ഡിസീസാണ്. മിക്ക ഡിമെൻഷ്യാസും പയ്യെ കൂടി വരും. അപ്പം ആദ്യത്തെ സ്റ്റേജിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ മാനേജ് ചെയ്യും. ആ സ്റ്റേജിൽ നമുക്കൊന്നും തന്നെ ചെയ്യേണ്ടി വരുന്നില്ല. സ്റ്റേജ് 2 ചെറിയ മറവ് ഒക്കെ ആയിട്ട് തുടങ്ങുന്നു. ഈ ഏർലി സ്റ്റേജിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കും, ചെറിയ മറവി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് പയ്യെ കൂടി വരുമ്പം പയ്യെ നമുക്ക് ഓരോരോ ഹെൽപ്പ് വേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ഫൈനാൻസ് മാനേജ് ചെയ്യാനായിട്ട്, ചിലപ്പോൾ നമ്മുടെ മരുന്നുകൾ എടുത്തു തരാനായിട്ട്, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾക്ക് പയ്യെ നമുക്ക് അസിസ്റ്റൻസ് വേണ്ടി വരും. ആൻഡ് പയ്യെ ഈ ഒരു മിഡിൽ സ്റ്റേജിൽ തന്നെ കുറച്ച് ബിഹേവിയർ ചേഞ്ചസും തുടങ്ങാം. ലേറ്റ് സ്റ്റേജിലാകുമ്പോഴത്തേക്കും എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? രതീഷ് ഒന്ന് മ്യൂട്ട് ചെയ്യിക്കാവോ? ലേറ്റ് സ്റ്റേജിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ ഡിപ്പെൻഡന്റ് ആകും. അപ്പം നമ്മൾ ഫുള്ളി കെയർ കൊടുക്കണം. നമുക്ക് ചിലർ സംസാരിക്കാനായിട്ടുള്ള അബിലിറ്റി
പോകും, നടക്കാനായിട്ടുള്ള അബിലിറ്റി പോകും, കൂടുതൽ ബെഡ് റിഡൻ ആകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആഹാരം അങ്ങനത്തെ കാര്യങ്ങൾ വരെ വേണ്ട എന്നുള്ള ഒരു ലെവലിലോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഡിമെൻഷ്യ. ഓവറോൾ പയ്യെ പയ്യെ ആള് വീക്കായി വരുന്ന ഒരു അസുഖമാണ് ഡിമെൻഷ്യ. ഇതിനകത്ത് ഡിമെൻഷ്യ ഉള്ള ഒരു രോഗി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ആ രോഗിയെ പരിചരിക്കുന്നവർക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ വേണ്ടുന്ന കാര്യങ്ങൾ, ഇപ്പം കുളിക്കുക, ബ്രഷ് ചെയ്യുക, ആഹാരം കഴിക്കുക, ഡ്രസ് ചെയ്യുക, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾക്കും ഒരു ഹെൽപ്പ് ആയിട്ട് നമ്മൾ സഹായിക്കേണ്ടി വരും. അപ്പം തുടക്കത്തിൽ ഏർലി സ്റ്റേജസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയായിരിക്കും, കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും അസിസ്റ്റൻസ് വേണോ എന്നുള്ളത് നോക്കിയാൽ മതിയായിരിക്കും. പക്ഷെ അത് കൂടി വരുന്നതിനനുസരിച്ച് ഈ കെയർ ഗീവർ, അതായത് പരിചാരകർക്കുള്ള റോൾസ് കൂടി വരും. നമുക്ക് ആ ഒരു ഡിമെൻഷ്യ ഉള്ള രോഗിയോട് എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കുമ്പോഴാണ് കൂടുതൽ ഇഫക്റ്റീവ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ടും ആ കൂടെ എപ്പോഴും ഉള്ള പരിചാരകർക്കാർക്കും ഏറ്റവും പറ്റുന്നത്. ഈ ഡിമെൻഷ്യ ഉള്ള ഒരു രോഗിക്ക് അറിയത്തില്ല പലപ്പോഴും അവരെന്താ ചെയ്യുന്നേ, എന്തിനാ ചെയ്യുന്നേ ഒന്നും ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. പക്ഷെ അവരുടെ സേഫ്റ്റി, അതായത് അവര് വീഴാതിരിക്കുക, അവരെവിടെയെങ്കിലും എന്താ പറയാ ലോസ്റ്റ് ആയി പോകാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള പ്രിക്കോഷൻസും ഒരു കെയർ ഗിവർ എന്നുള്ള നിലയിൽ നമുക്ക് എടുക്കാൻ പറ്റണം. അവരുടെ ഇമോഷണലും സ്വഭാവത്തിലുള്ള ചേഞ്ചസും നല്ല രീതിയിൽ, ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ഒരു പരിചാരകർക്ക് പറ്റണം. അതുപോലെ സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ ഉണ്ടാക്കാനായിട്ടുള്ള അബിലിറ്റി ലൂസ് ചെയ്യാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തായിരിക്കും അവർക്കുള്ള ശരിയായിട്ടുള്ള ഡിസിഷൻസ്, അല്ലെങ്കിൽ അവർക്ക് എന്തായിരിക്കും കഴിക്കാൻ നല്ലത്, അവർക്ക് എന്തായിരിക്കും ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയി, അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിൽ അവർക്ക് ICU അമ്മയ്ക്ക് ഇഷ്ടമാണോ, അമ്മയ്ക്ക് എല്ലാം ചെയ്യുന്നതിനോടാണോ താല്പര്യം കൂടുതൽ, അതോ ഒത്തിരി ഇതിലായിട്ട് പോകാതിരിക്കുന്നതാണോ അമ്മയ്ക്ക് താല്പര്യം കൂടുതൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പരിചാരകർക്ക് മനസ്സിലാകണം, അറിഞ്ഞിരിക്കണം. ചെയ്യാം. ഇവരുടെ കെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ പ്രാക്ടിക്കലി, നമുക്കൊരു നല്ലൊരു ഡെയിലി റുട്ടീൻ ആൻഡ് സ്ട്രക്ചർ മസ്റ്റ് ആണ്. മറവി രോഗം തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡെയിലി റുട്ടീൻ അത് കറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് അഡ്വാൻസ് ആകുമ്പോൾ പോലും അവർക്ക് അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്കൊരു ഒന്നെങ്കിൽ ഒരു വൈറ്റ് ബോർഡും ബ്ലാക്ക് ബോർഡും ഇതൊന്നും അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തോ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിലോ ഒക്കെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. ഈ രോഗിയുടെ മുറിയിൽ എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്ത് എഴുന്നേക്കണം, ഇന്ന സമയത്ത് കുളിക്കണം, ഇന്ന സമയത്ത് ബ്രഷ് ചെയ്യണം, ഇന്ന സമയത്ത് ഇവിടെ പോകണം, അങ്ങനെ ഡെയിലി റുട്ടീൻ ചാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ തന്നെ ഇപ്പൊ മരുന്നുകളൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് എടുക്കാനായിട്ട് ഇത് നമുക്ക് പിൽ ബോക്സസ് അങ്ങനത്തെ പല സാധനങ്ങൾ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഓരോ ബോക്സിൽ രാവിലെ രാത്രി വൈകുന്നേരം എന്നുള്ള രീതിയിലൊക്കെ എഴുതിയിട്ട് അതിനകത്ത് മരുന്നുകൾ ഇട്ട് വെക്കാം. അപ്പം പേഷ്യന്റിന് തന്നെ ജസ്റ്റ് ആ കുപ്പിയിലുള്ളത് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനത്തെ രീതിയിൽ നമുക്കൊരു റുട്ടീനും ചിട്ടയും അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ളപ്പം അവരെന്തെങ്കിലും മറന്നോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കൂടി ചെയ്യാനുണ്ടായിരുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ഒരു ടെൻഷൻ കുറഞ്ഞിരിക്കും. ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പം അതിലൊരു ടിക്ക് ഇടണം, അപ്പം അത് ചെയ്തു എന്നുള്ളത് അവർക്ക് മനസ്സിലാകും. ഈ പ്രാക്ടീസ് ഒക്കെ തുടക്കത്തിലേ തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞാൽ മറവിയുള്ള ഒരാൾക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് റിറ്റെയിൻ ചെയ്യാനോ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ജോലി പറയാം, ആ ജോലി കഴിയുമ്പം അടുത്ത കാര്യം പറയാം, അങ്ങനെ ഓരോന്നായിട്ട് പറയുന്നതായിരിക്കും അവർക്ക് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും കുറച്ചുകൂടി എളുപ്പം. എപ്പോഴും
എപ്പോഴും അവരുടെ ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ഇപ്പൊ അവർക്ക് ഡ്രസ് ചെയ്യാനായിട്ടാണെങ്കിലും നമ്മൾ സഹായിക്കുക. എപ്പോഴും അങ്ങ് ചെയ്തു കൊടുക്കാനായിട്ട് ഇനീഷ്യലി പോകരുത്. അവര് ലേറ്റ് സ്റ്റേജിൽ ഡിമെൻറ്റഡ് ആകുന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോൾ നമുക്ക് എല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ആവുന്നത് വരെ കഴിവതും അവരെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യുക. ഇപ്പം കുനിഞ്ഞ് വെള്ളം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വെള്ളം ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ ഇപ്പം ചില സ്പൂൺ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ചുകൂടി വലിയ തരം സ്പൂണുകളൊക്കെ കിട്ടും, അത് പിടിക്കാൻ ചിലപ്പോൾ പറ്റും. ചിലർക്ക് ഇപ്പൊ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇപ്പം എല്ലാം കൂടി കൂട്ടി ചോറും കറിയും എല്ലാം കൂടി കൂട്ടി കഴിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് ഫിംഗർ ഫുഡ്സ് എന്ന് പറയും. അങ്ങനെ അവർക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിലോട്ട് ഓരോരോ കാര്യങ്ങൾ ആക്കി കൊടുക്കുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് അത് ചെയ്യാനായിട്ട് സഹായിക്കണം. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അവരവരുടെ ഇൻഡിപെൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയും കുറച്ചുകൂടി നാൾ അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാവുകയും ചെയ്യും. ഡെയിലി കെയർ ചെയ്യാനായിട്ട് ഒന്ന് പേഴ്സണൽ ഹൈജീൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് ചിലർക്ക് ഇപ്പം ഡ്രസ്സ് ഇടാനായിട്ടും ഒക്കെ നമുക്ക് ചിലതരം അസിസ്റ്റീവ് ഡിവൈസസ് ഉണ്ട്. ഇപ്പൊ ഒരു പാൻറ് ഇടിപ്പിക്കാനായിട്ട് ഇപ്പൊ കുനിയാൻ പറ്റത്തില്ലെങ്കിൽ ആ ഒരു അസിസ്റ്റീവ് ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാൻറ്റിനെ പിടിച്ച് മുകളിലോട്ട് കയറ്റാൻ, അങ്ങനെയൊക്കെ പല പല അസിസ്റ്റീവ് ഡിവൈസസ് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നതും നമ്മുടെ രോഗിക്ക് പറ്റുന്ന എന്തൊക്കെ ഡിവൈസസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും. കഴിവതും അവരെ തന്നെ ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടിയിട്ട്. ആഹാരമാണെങ്കിലും ചിലപ്പോൾ അവർക്ക് മൂഡ് ഉണ്ടാവത്തില്ല കഴിക്കാൻ. അപ്പൊ കഴിക്കാൻ പറ്റുന്ന സമയത്ത് അവർക്ക് മൂഡ് ഉള്ളപ്പോൾ കുറച്ചായിട്ട് പല തവണയായിട്ട് ഫുഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അവരുടെ മൊബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വീഴാതെയും അവര് ബാത്റൂം ഒക്കെ ആക്സസിബിൾ ആയിരിക്കണം. അത് അങ്ങനെയെല്ലാം അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലെവലിലോട്ട് അവരുടെ വീടും കാര്യങ്ങളും മോഡിഫൈ ചെയ്തെടുക്കാൻ നമുക്ക് പറ്റണം. ഉറക്കത്തിനും നമ്മൾ പ്രത്യേക ചിട്ട ഫോളോ ചെയ്യണം. പകല് മൊത്തം കിടന്നുറങ്ങിയാൽ എത്ര മരുന്ന് കൊടുത്താലും ചിലപ്പോൾ രാത്രിയിൽ ഉറങ്ങത്തില്ല. രാത്രിയിൽ ഉറങ്ങാതായി കഴിഞ്ഞാൽ ഈ നോക്കുന്ന പരിചാരകർക്ക് അത് വലിയ സ്ട്രെയിൻ ആയിട്ട് വരും. പരിചാരകർക്ക് പിന്നെ BP കൂടാനും പല പല അസുഖങ്ങൾ വരാനായിട്ടും ഒക്കെ സാധ്യതകൾ ഉണ്ടാകും. അത് കൂടാതെ ഇപ്പം പരിചാരകർക്ക് ഒരു നല്ല റെസ്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ വരാനും എൽഡർ അബ്യൂസിനും സാധ്യതകൾ കൂടും. അതുകൊണ്ട് തന്നെ പകൽ ഉറക്കം കഴിവതും നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. പകല് കഴിവതും പേഷ്യന്റിനെ ആക്റ്റീവായിട്ടും എന്തെങ്കിലും കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടും വെക്കാനായിട്ട് ശ്രമിക്കണം. രാത്രിയിൽ ഉറങ്ങുന്ന ഒരു രീതിയിൽ ആ ഒരു ചിട്ട കറക്റ്റായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം തുടക്കം തൊട്ട് തന്നെ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പകൽ ഉറക്കരുത്, രാത്രിയിലാണ് ഉറക്കേണ്ടതെന്ന്. അപ്പൊ പകൽ ഉറങ്ങാതിരിക്കാനായിട്ട് നമുക്ക് മറവി രോഗമുള്ളവരിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യത്തേത് നമുക്ക് കോഗ്നിറ്റീവ് സ്റ്റിമുലേഷൻ തെറപ്പി എന്ന് പറയും. അതായത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. ആൾക്കാരെല്ലാരും കൂടി ചേർന്ന്, ചിലർക്ക് സീനിയർ സിറ്റിസൺസ് ഫോറം ഉണ്ടാകും, അതല്ലെങ്കിൽ ഡിമെൻഷ്യ ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അവിടെയൊക്കെ ഇവര് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് എക്സസൈസ് ചെയ്യാം, ബ്രെയിൻ എക്സസൈസസ് ചെയ്യാം, പാട്ട് പാടാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം അത് ഒരു സോഷ്യൽ റോളും കൊടുക്കും. അവർക്ക് ഓവറോൾ വെൽബീയിങ്ങിന് നല്ലതായിരിക്കും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുന്നത്. അത് കൂടാതെ നമുക്കൊരു റിയാലിറ്റി ഓറിയന്റേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം മറവി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇപ്പം ഇത്ര മണിയായി എന്നൊക്കെയുള്ളത് അറിയാനായിട്ട് വേണമെങ്കിൽ നമുക്ക് അലാംസ് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പല അലാംസും ഉണ്ടല്ലോ, അത് ഉറക്കെ പറയും, ഇപ്പോൾ ഇത്ര മണി എന്നൊക്കെ പറയുമ്പം അവർക്ക് ആ സമയത്തിനെ പറ്റി ഒരു ബോധം വരും. അത് കൂടാതെ ചിലർക്ക് നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് മറവി രോഗം ഉള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ആയോ. ഗുഡ് ഈവനിങ് മാഡം, ഞാൻ രതീഷാണ്. മാഡം സ്ലൈഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? സ്ലൈഡ് സ്റ്റില്ലാണ്.
ചേഞ്ച് ആവുന്നില്ലേ? ചേഞ്ച് ആവുന്നില്ല സ്ക്രീൻ. ചേഞ്ച് ആവുന്നില്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ മാഡം എടുത്തേക്കുന്ന പോർഷൻ എടുത്തു. കാണുന്നുണ്ടോ? ഇപ്പം സ്ലൈഡ് ഷോ ആയോ? ഇപ്പൊ കാണാം. കാണാലോ? കാണാം. ഓക്കെ. അപ്പം നമുക്ക് ഇപ്പം ഒരു മറവിയുള്ള ഒരാളുടെ അടുത്ത് ചെന്ന് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചോദിക്കാൻ പാടില്ല. അതിന് പകരമായിട്ട് നമ്മൾ എല്ലാവരോടും പറയണം, വരുമ്പോ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പച്ച, ഞാൻ ഡോക്ടർ ദിവ്യാണ്, ഞാൻ അച്ഛനെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് എന്ന് പറയുന്നതായിരിക്കും അപ്പച്ച എന്നെ മനസ്സിലായോ എന്ന് ഞാൻ ചോദിക്കുന്നതിലും ഉത്തമം. അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ വരുമ്പോഴാണെങ്കിലും ഞാൻ ആരാന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നതിലും ഞാൻ ഇന്ന ആളാണ്, ഇതാണ് ബന്ധം എന്ന് പറഞ്ഞ് അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ ഒരു ആൻസൈറ്റി കുറയ്ക്കാനായിട്ടും അവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആകാനായിട്ടും സഹായിക്കും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പൊ നമ്മുടെ ഓരോ ഫോട്ടോസ് വെച്ചിട്ട് മകൾ, അമ്മ, അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ ഇത് മോളാണ് അല്ലെങ്കിൽ ഇത് ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി വെക്കുന്നതും ഇങ്ങനെ മറവി കൂടുതലുള്ള ആൾക്കാർക്ക് ഒരു ഓറിയന്റേഷൻ കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ സ്ഥലങ്ങൾ, ഇപ്പൊ വീടിനകത്ത് റൂമുകൾ പോലും നമുക്ക് ലേബൽ ചെയ്ത് വെക്കാം. ലേബൽ ചെയ്ത് വെക്കുന്നത് കൊണ്ട് അവർക്കൊരു ഓറിയന്റേഷൻ ഉണ്ടാവും. പുറത്ത് ചെല്ലുമ്പോൾ ഏത് റൂമാണെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ഫോട്ടോയും പേരും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ബെഡ്റൂം, ഇത് ബാത്റൂം, അങ്ങനെയൊക്കെ അവർക്ക് കുറച്ചുകൂടി ഓറിയന്റേഷൻ കിട്ടാനായിട്ട് അത് സഹായിക്കും. അത് കൂടാതെ റെമിനസൻസ് തെറപ്പിയും നല്ലതാണ്. റെമിനസൻസ് തെറപ്പി എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുക, പഴയ കാലത്തെ ഫോട്ടോസ് കാണുക, പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും വെച്ചിട്ട് ഇപ്പം ചെറുപ്പത്തിൽ അങ്ങനെ ഇരുന്ന ആൾ ഇപ്പൊ ഇങ്ങനെയായി എന്നൊക്കെയുള്ള കമ്പാരിസൺസ് നടത്തുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അവരുടെ മൈൻഡിന് ഒത്തിരി സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളാണ്. പണ്ടത്തെ കാര്യങ്ങൾ അവർ കഥ പറയാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പഴയ പാട്ടുകൾ കേൾക്കുക, ഇതൊക്കെ ഒരു റെമിനസൻസ് തെറപ്പിയിൽ വരുന്നതാണ്. ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ട് നമുക്ക് പകൽ അവരെ ആക്റ്റീവാക്കി വെക്കാൻ പറ്റും. ഇത് കൂടാതെ നമുക്കിപ്പം ഒരു പേഷ്യന്റിന് തോന്നുകയാണ് ഇപ്പം ഞാൻ ഇന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എൻ്റെ ജോലി ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റായ ഒരു ധാരണ ഉണ്ടെങ്കിലും നമ്മൾ അത് ശരിയാക്കാനായിട്ട് വേണ്ടി ആർഗ്യൂ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകത്തില്ല ഒരു ഡിമെൻഷ്യ ഉള്ള ഒരു രോഗിയുടെ അടുത്ത്. അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ അത് ഓക്കെ ശരി അങ്ങനെയാണ്, അവർ വിചാരിക്കുന്ന പോലെ തന്നെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറുകയാണെങ്കിൽ കുറച്ചുകൂടി ആർഗ്യുമെന്റ്സും കുറച്ചുകൂടി പ്രശ്നങ്ങൾ ഒഴിവാക്കി നമുക്ക് അവരെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അത് നമുക്ക് പറ്റാതെ വരികയാണെങ്കിൽ അവരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ലെറ്റ്സ് സേ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ആയിട്ട് നമുക്കൊന്ന് നടക്കാൻ പോയാലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അവർ എൻജോയ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലോ എന്നുള്ള രീതിയിൽ ഒന്ന് മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് നമുക്ക് പറ്റണം. ഇത് കൂടാതെ ചിലർക്ക് മ്യൂസിക് തെറപ്പി വളരെ ഹെൽപ്ഫുൾ ആണ്. അതായത് പഴയ കാലത്ത് അവർ എൻജോയ് ചെയ്തിരുന്ന പാട്ടുകളും ഒക്കെ പ്ലേ ചെയ്ത് കൊടുക്കാം. ചിലർ വരയ്ക്കാനായിട്ടും പെയിന്റ് ചെയ്യാനായിട്ടും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആർട്സ് തെറപ്പി വളരെ യൂസ്ഫുൾ ആണ്. പെറ്റ് തെറപ്പി, ചിലർക്ക് പെറ്റ്സിനെ വളർത്തുന്നതും അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനും കാര്യങ്ങളും അവരുടെ സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കുന്നതായിട്ട് സ്റ്റഡീസിൽ കണ്ടുവരുന്നുണ്ട്. ഇത് കൂടാതെ ഗാർഡനിങ് ചെയ്യുക, നടക്കാൻ പോവുക, ചെറിയ ചെറിയ എക്സസൈസസ് ചെയ്യുക, അങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്നത് അവരുടെ ഓവറോൾ ഹെൽത്തും അവരുടെ മൂഡും കാര്യങ്ങളും ഒക്കെ ബെറ്റർ ആക്കാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് വെച്ചിട്ട് വേണം നമുക്ക് പകൽ അവരെ ആക്റ്റീവാക്കി വെക്കാനായിട്ട്. ചിലർക്ക് ഇപ്പൊ ഒത്തിരി നടക്കാനൊക്കെ പേടിയുള്ള ആൾക്കാർക്ക് പോലും കസേരയിൽ വരെ ഇരുന്ന് ചെയ്യാനായിട്ടുള്ള എക്സസൈസസ് അവൈലബിൾ ആണ് ഇന്ന്. ആൻഡ് എക്സസൈസസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സസൈസ് ചെയ്യാതായി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ തലച്ചോറിലെ ഞരമ്പുകൾ ചുരുങ്ങുന്ന ഒരു അസുഖമാണല്ലോ ഡിമെൻഷ്യ. അപ്പം നമുക്ക് പയ്യെ മസിൽസ് തുടങ്ങും, നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടാകും, അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ ഈ ഡിമെൻഷ്യ കൂടി വരുന്നതിന്റെ കൂടെ വരാം.
അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ഓരോ ജോയിൻസിന്റെ മൊബിലിറ്റിയും അവരുടെ ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒത്തിരി സഹായിക്കും. അതുകൊണ്ട് എക്സസൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു സ്റ്റേജിലും. ഇപ്പം കിടപ്പാകുന്ന ഒരു രോഗിയാണെങ്കിൽ പോലും നമ്മൾ പരിചാരകർ ഓരോ ജോയിൻസിനും എക്സസൈസ് കൊടുക്കണം. ഇല്ലെങ്കിൽ പയ്യെ ആ ജോയിൻസ് ഒക്കെ ഇങ്ങനെ സ്റ്റിഫായി മടങ്ങിയൊക്കെ പോകും. അപ്പൊ പിന്നെ അത് നിവർത്താൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ക്ലീനിങ് പോലും വളരെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എക്സസൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേഷ്യൻസിൽ. ആഹാരം കൊടുക്കുന്നതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പലപ്പോഴും പല ആഹാരവും അവർ കഴിക്കാതാകുമ്പോഴത്തേക്കും വെയിറ്റ് കുറയാനായിട്ട് സാധ്യതയുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ആകാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കാരണം പല ഇൻഫെക്ഷൻസും അസുഖങ്ങളും ഒക്കെ കയറി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം എപ്പോഴും ഒരസുഖം വരാതെ നോക്കുന്നതാണ് അസുഖം വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിലും ബെറ്റർ. അപ്പൊ അതുകൊണ്ട് കഴിവതും നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്യണം. വെയിറ്റ് കുറയുന്നില്ല, ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യണം. ഒരു ബാലൻസ് ഡയറ്റ് പേഷ്യന്റ് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷെ മറവിയുള്ള ഒരാൾ കറക്റ്റായിട്ട് ഒരു ബാലൻസ്ഡ് ആയിട്ട് എല്ലാ രീതിയിലും എല്ലാം കഴിച്ചു എന്ന് ഇരിക്കത്തില്ല. അതുകൊണ്ട് കഴിവതും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആഹാരമാണെങ്കിലും നമുക്ക് കഴിവതും കൊടുക്കാൻ പറ്റണം. അപ്പൊ അവരുടെ ഇഷ്ടത്തിനുള്ള ആഹാരം കഴിക്കുമ്പോൾ ഇപ്പൊ ഷുഗർ കൂടുകയാണെങ്കിൽ ഷുഗറിന്റെ മരുന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ രീതിയിൽ ഓരോ പേഷ്യന്റിനും വേണ്ടുന്ന രീതിയിൽ നമുക്ക് മരുന്നുകളും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ആഹാരം ഒക്കെ ഉള്ളിൽ ചെല്ലുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ചിലർക്ക് പയ്യെ എല്ലാ ആഹാരവും മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി എനർജി ഉള്ള രീതിയിൽ ആഹാരങ്ങൾ ഇങ്ങനെ ഇപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇപ്പം ഓരോ ടൂത്ത് ബുക്കിൽ കുത്തി വെച്ചിരിക്കുന്നത് അത് ഓരോന്ന് എടുത്ത് കഴിച്ചാൽ മതി. ഇതിനെയാണ് ഫിംഗർ ഫുഡ്സ് എന്ന് പറയുന്നത്. ചോറ് ഉരുളയാക്കി വെക്കത്തില്ലേ, അപ്പൊ ആ ഉരുള എടുത്ത് കഴിച്ചാൽ മതി. അപ്പൊ അങ്ങനത്തെ രീതിയിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഉരുളകളാക്കി വെച്ചിട്ട് അവരോട് അത് കഴിക്കാനായിട്ട് പറയാം. അതല്ലെങ്കിൽ ചപ്പാത്തി റോൾ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് അത് കഴിക്കാൻ പറയാം. അങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ അവർക്ക് ഈസി ആയിട്ട് കഴിക്കാവുന്ന രീതിയിലോട്ട് ആക്കി കൊടുക്കുന്നതും അവർ തന്നെ കഴിക്കാൻ സഹായിക്കാനായിട്ട് പറ്റും നമുക്ക്. ഇത് കൂടാതെ ഈ ആഹാരം കഴിക്കുന്ന സമയങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സോ ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലും അതും കഴിവതും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു റുട്ടീൻ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിന് ഏറ്റവും നല്ലത്. നമുക്ക് ഡിമെൻഷ്യ ഉള്ള ഒരു രോഗി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീടും പരിസരവും മോഡിഫൈ ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ റൂമും നമുക്ക് ലേബൽ ചെയ്യാം. ഈ ഫോട്ടോയിൽ കാണുന്നത് ലേബൽസ് ആണ്. ബേസിക്കലി ബെഡ്റൂം, ഫ്രണ്ട് ഡോർ, ബാക്ക് ഡോർ, കിച്ചൺ, അങ്ങനത്തെ രീതിയിൽ ഓരോരോ സ്ഥലങ്ങളും നമുക്ക് ലേബൽ ചെയ്യുന്നത് അവർക്കത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം ഇംഗ്ലീഷ് നല്ല നമുക്ക് മലയാളമെങ്കിൽ മലയാളം, ഇഷ്ടമുള്ള ലാംഗ്വേജിൽ. ഇത് കൂടാതെ നമുക്ക് ഗ്രാബ് ബാർസും ഇപ്പം ഈ ഡിമെൻഷ്യ ഉള്ള ആൾക്കാർക്ക് എസ്പെഷ്യലി തലച്ചോറ് ചുരുങ്ങുന്ന ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ അവർക്ക് വീഴ്ചകൾ പെട്ടെന്ന് വരും. ഒരു ചെറിയൊരു തെന്നലുണ്ടായാൽ അവർ വീഴും. അവരുടെ റിഫ്ലെക്സസ് ഒന്നും സാധാരണ ആൾക്കാരുടെ അത്രയും വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ വീട്ടില് വീഴ്ചകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കഴിവതും കുറയ്ക്കണം. ഇപ്പം ചവിട്ടികള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിവതും ഉപയോഗം കുറയ്ക്കണം വീടിനകത്ത്. കാരണം അതിൽ തട്ടി വീഴാൻ സാധ്യതയുണ്ട്. ഡിമെൻഷ്യ ഉള്ള രോഗികളുടെ നഖം, കാലിലെ നഖം എസ്പെഷ്യലി നന്നായിട്ട് വെട്ടി ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചിലപ്പം ഈ നഖം മുണ്ടിലോ സാരിയിലോ കുടുങ്ങിയാൽ അവർ വീഴാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ ഇപ്പം കാർപ്പറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് അത് തറയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. കാരണം അത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ അതിൽ തട്ടി ഇവർ വീഴാൻ സാധ്യതയുണ്ട്. അത് കൂടാതെ ഇപ്പൊ പിള്ളേര് ഒക്കെ വീട്ടിലുള്ള ഒരു വീടാണെങ്കിൽ അവരുടെ കളിപ്പാട്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ എടുത്ത് മാറ്റി വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരിക്കണം. കാരണം ചിലപ്പം ഈ കളിപ്പാട്ടത്തിൽ തട്ടിയായിരിക്കും അവർ വീഴുന്നത്. അതുപോലെ തന്നെ കിച്ചണിലെ എണ്ണയോ വെള്ളമോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മുറിയിലാണെങ്കിലും വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ
തുടയ്ക്കുന്ന ഒരു ശീലം ഉണ്ടാക്കണം. കാരണം നമ്മൾ ഇച്ചിരി കഴിഞ്ഞിട്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ തന്നെ ഡിമെൻഷ്യ ഉള്ള ഒരാൾ വീണെന്നിരിക്കാം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പ്രിക്കോഷൻസ് നമ്മൾ ആ ഒരു വീട്ടിൽ പ്രത്യേകം എടുത്തിരിക്കണം. ഇത് കൂടാതെ നമുക്ക് ഈ ഡിമെൻഷ്യ ഉള്ള ആളുടെ വീട്ടിൽ നമുക്ക് ഹാൻഡ് റെയിൽസ് വെക്കാം. അതായത് നമ്മൾ ബാത്റൂമില് അല്ലെങ്കിൽ ഹാൾവേയില് സ്റ്റെപ്പ് ഉള്ളിടത്ത് ഒക്കെ ഹാൻഡ് റെയിൽസ് വെച്ച് കഴിയുമ്പം അവർക്ക് അത് പിടിച്ച് നടക്കാനായിട്ടും കുറച്ചുകൂടി ഒരു കോൺഫിഡൻസോടെ വീടിനകത്ത് മൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ രാത്രിയിലൊക്കെ ആണെങ്കിലും ഡിമെൻഷ്യ ഉള്ള രോഗിയുടെ റൂമിൽ നിന്ന് ബാത്റൂമിലോട്ടുള്ളിടത്തും ഒക്കെ വെട്ടം ഉണ്ടായിരിക്കണം. കാരണം ഒന്നും കാണാതെ തട്ടി വീഴാതിരിക്കാനായിട്ട് അങ്ങനത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. മരുന്നുകള് അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് ലൈക്ക് കത്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും മറവിയുള്ള ഒരു പേഷ്യന്റിൽ നിന്ന് ദൂരെ വെച്ചിരിക്കണം. കുട്ടികളിൽ നിന്ന് മാറ്റി വെക്കുന്ന പോലെ തന്നെ മറവിയുള്ള ഒരാളുടെ കയ്യിൽ അടുത്ത് തന്നെ അവരുടെ മരുന്നുകളൊക്കെ വെച്ചാൽ ചിലപ്പോൾ കഴിച്ചു എന്ന് മറന്നിട്ട് പിന്നെയും എടുത്ത് ഒരേ മരുന്ന് കഴിക്കാനും അങ്ങനെ ഓവർഡോസ് ആകാനായിട്ടും ഒക്കെ സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കഴിവതും നമ്മൾ മരുന്ന്, കത്തി, സിസേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരിൽ നിന്ന് ദൂരെ വെക്കണം. കാണാൻ വയ്യല്ലോ. അത് കൂടാതെ ഇപ്പം പേഷ്യൻസ് ഇപ്പം ഈ ഇറങ്ങി പോകാൻ സാധ്യതയുള്ള പേഷ്യൻസ് ഉള്ള ഒരു വീട്ടിലാണെങ്കിൽ നമ്മൾ ഡോർസ് ഒക്കെ എപ്പോഴും പൂട്ടി വെക്കാനായിട്ടും ഒക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്കിപ്പം ചില വാച്ചസ് ഉണ്ട്, ചിലർക്ക് നമുക്ക് ചെയിൻസ് കിട്ടും. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആ പേഷ്യന്റിന്റെ ദേഹത്ത് ഇടുന്നത് വളരെ നല്ലതായിരിക്കും. അതിൽ GPS ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ടാകും. അപ്പം അവരെങ്ങാനും എവിടെയെങ്കിലും അറിയാതെ നമ്മൾ കണ്ണ് തെറ്റിയാകുമ്പോൾ ഇറങ്ങി പോവുകയാണെങ്കിൽ അവര് പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. അത് കൂടാതെ നമ്മുടെ വീടിനടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സിനെ അറിയിച്ചു വെക്കണം. ഇങ്ങനെ ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്, അമ്മയ്ക്ക് മറവി രോഗമുണ്ട് അല്ലെങ്കിൽ അച്ഛന് മറവി രോഗമുണ്ട്, അപ്പൊ ഇങ്ങനെ ഇറങ്ങി പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പൊ എങ്ങാനും പുറത്ത് കാണുകയാണെങ്കിൽ നമ്മൾ അലേർട്ട് ചെയ്യണം എന്ന് നമ്മുടെ നെയ്ബേഴ്സിനോടും നമ്മുടെ പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഒന്ന് അറിയിച്ചു വെച്ചേക്കണം. കാരണം എങ്ങാനും എപ്പോഴാണ് ഇവര് ചിലപ്പോൾ ഇറങ്ങി പോവാന്ന് ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അറിയാതെ വന്നു കഴിഞ്ഞാലും കാണുന്നവര് പെട്ടെന്ന് നമ്മളെ അലേർട്ട് ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ റെഡിയാക്കി വെക്കണം. ഈ ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസിനോട് കഴിവതും സംസാരിക്കുമ്പോൾ സിമ്പിളായിട്ടും ക്ലിയർ ആയിട്ടും സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അതും പയ്യെ അവർക്ക് മനസ്സിലാകുന്ന ഒരു പേസിൽ സംസാരിക്കണം. ചില സമയങ്ങളിൽ അവർക്ക് അതത്ര എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ നമ്മൾ കൂടുതൽ സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകും ചിലപ്പം ഒരു ഞെരുക്കം, ആ ഞെരുക്കം കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദേഷ്യം വരുന്നു, ഇന്ന സമയത്ത് ദേഷ്യപ്പെട്ടാൽ ചിലപ്പോൾ വിശന്നിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇന്ന സമയത്ത് ഈ ഒരു പ്രത്യേക തരം കരച്ചിൽ അത് ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ ഒരു വയറുവേദന വരുമ്പോഴാണ് ഈ ഒരു പ്രശ്നം കാണിക്കുന്നത്. അങ്ങനത്തെ ഒക്കെ നമുക്ക് കാണുമ്പം പയ്യെ മനസ്സിലാകും അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അത് കൂടാതെ കഴിവതും നമ്മൾ അവരുമായിട്ട് ആർഗ്യുമെന്റ്സിൽ പോകാതിരിക്കുക. കാരണം പോയാലും നമുക്ക് ആർഗ്യൂ ചെയ്യാമെന്നല്ലാതെ അവർക്കത് മനസ്സിലാകണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് കഴിവതും അവരെന്ത് പറയുന്നു അതിനെപ്പറ്റി പയ്യെ ഒന്ന് അക്സെപ്റ്റ് ചെയ്ത്, ആസ് ലോങ് ആസ് അത് കാരണം അവർക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രശ്നത്തിലോട്ടോ ചെന്ന് ചാടത്തില്ല എന്നുണ്ടെങ്കിൽ അത് കഴിവതും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അവരെ കംഫർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറവി ഉണ്ടെങ്കിലും കഴിവതും നമ്മൾ അവരുമായിട്ട് ദേഷ്യപ്പെടാതെയും റെസ്പെക്ട്ഫുൾ ആയിട്ടും ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഒരു അസുഖത്തിന്റെ പുറമെയാണ് ഈ പല സ്വഭാവങ്ങളും ദേഷ്യവും പല കാര്യങ്ങളും അവർ ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ടല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ ഒത്തിരി ദേഷ്യപ്പെട്ട് പെരുമാറുന്നതോ അവരോട് റൂഡായിട്ട് പെരുമാറുന്നതോ ഒക്കെ അവരെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ ഒക്കെ ആയിപ്പോകും. അപ്പൊ അതുകൊണ്ട് കഴിവതും നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ അവരെ കെയർ ചെയ്യാനായിട്ട് പറ്റണം. ഇനി ബിഹേവിയറൽ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരികയാണെങ്കിൽ കഴിവതും നമ്മളും കൂടി
ദേഷ്യപ്പെടാതിരിക്കുക. ഇപ്പം അവരുടെ സ്വഭാവം മാറി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ചെറിയ ചെറിയ ബിഹേവിയറൽ പ്രശ്നങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലെ ആണെങ്കിൽ അതിനൊന്നും ഒരു അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം തന്നെ പലപ്പോഴും വരുന്നില്ല. ചില സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ, ചിലർക്ക് ചിലപ്പം വേദന ഉണ്ടെങ്കിൽ ദേഷ്യം വന്നേക്കാം, അല്ലെങ്കിൽ അത് അവർക്ക് വേദന ഉണ്ടെന്ന് പറയാനും പറ്റുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനത്തെ ഓരോരോ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം. ഈ ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസ് കൂടുതലും വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ കൂടുതലാണ്. അതിനെയാണ് ഈ സൺഡൗണിങ് എന്ന് പറയുന്നത്. അപ്പം ഈ സൺഡൗണിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി പകലുള്ള ഉറക്കം ഒഴിവാക്കുക. എസ്പെഷ്യലി വൈകുന്നേരങ്ങളിൽ ഒരിക്കലും ഈ ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസിനെ കിടത്തി ഉറക്കരുത്. കാരണം ആ ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴായിരിക്കും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ളത്. ഈ പകൽ രാത്രി എന്നുള്ളത് അവരുടെ തിരിഞ്ഞു പോകും, നമ്മുടെ തലച്ചോറിലെ ക്ലോക്ക് മൊത്തത്തിൽ തിരിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് പകൽ ഉറക്കം കഴിവതും കുറയ്ക്കുക. ഒത്തിരി സൗണ്ടിൽ മ്യൂസിക് കേൾക്കുക, ഒത്തിരി സൗണ്ടിൽ TV കേൾക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക. അതും അവരുടെ അജിറ്റേഷനും കൺഫ്യൂഷനും ഒക്കെ കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പം കുറച്ചുകൂടി ഒരു കാം ആയിട്ടുള്ള ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നതാണ് അവർക്ക് എപ്പോഴും നല്ലത്. അവർക്ക് എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നു അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവരെ സമാധാനിപ്പിക്കുക, അല്ലാതെ ആർഗ്യൂ ചെയ്യാനായിട്ട് ഒരിക്കലും പോകരുത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങി പോകുന്നവർക്ക് വേണ്ടി ട്രാക്കിംഗ് ഡിവൈസും പിന്നെ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി ഡോർസൊക്കെ അടച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കഴിവതും നമ്മൾ അവരെ ഒറ്റപ്പെടുന്നതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെ കഴിവതും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിലൊക്കെ കൂടെ കൂട്ടാനായിട്ട് ശ്രമിക്കുന്നതും അവരെ കുറച്ചുകൂടി കാമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കും. ഈ ബിഹേവിയറൽ ഇഷ്യൂസ് വരുമ്പം അതിനെ മാനേജ് ചെയ്യാനായിട്ട് സയന്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു തെറപ്പിയാണ് ഡൈസ് തെറപ്പി. അതായത് ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്താണ് സ്വഭാവത്തിലുള്ള ഒരു വ്യത്യാസം. ലൈക്ക് ലെറ്റ്സ് സേ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ തെറി വിളിക്കുന്നു, അതാണ് നമ്മുടെ ബിഹേവിയർ. എന്നിട്ട് നമ്മൾ നോക്കുക എന്താണ് പ്രശ്നങ്ങൾ. ഇപ്പം എന്തെങ്കിലും മരുന്ന് മാറിയപ്പോഴാണോ, അതോ ഇപ്പം സാധാരണ താമസിച്ച വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ ചെന്നപ്പോഴാണോ ഈ കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഈ ദേഷ്യമോ വരുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, ഇപ്പം അന്ന് വീട്ടിലൊരു വഴക്ക് നടന്നു അപ്പോഴാണോ അമ്മ ഇമോഷണൽ ആകുന്നത്, അതല്ലെങ്കിൽ അന്ന് ഒരു പ്രത്യേക ദിവസമാണ് അപ്പം ആരുടെങ്കിലും ഓർമ്മ ദിവസമോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം ആയിട്ടുള്ള ഒരു ദിവസമാണെങ്കിൽ അങ്ങനത്തെ ദിവസങ്ങളിലാണോ അമ്മ കൂടുതൽ ദേഷ്യം കാണിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ കൂടുതൽ നോക്കുക. ചില സമയങ്ങളിൽ വയറ്റിൽ നിന്ന് പോയിട്ടുണ്ടാകത്തില്ല, ഒരു 2-3 ദിവസമായിട്ട് വയറ്റിൽ നിന്ന് പോയിട്ടില്ല, അപ്പൊ ഭയങ്കര അജിറ്റേഷൻ വരുന്നു. ചിലർക്ക് അജിറ്റേഷൻ ആയിരിക്കത്തില്ല, ചിലർ ഭയങ്കര ഉറക്കത്തിലോട്ട് പോകാം. അങ്ങനെ വരുമ്പോഴും വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ, എന്തുകൊണ്ട് ഈ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നു എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് നമുക്കത് എങ്ങനെ അഡ്രസ് ചെയ്യാം, അവർക്കും നമുക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതെങ്ങനെ അഡ്രസ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ഇതൊരു ട്രയൽ ആൻഡ് എറർ പോലെയാണ്. നമ്മൾ എല്ലാവർക്കും ഒരേ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് ഇരിക്കത്തില്ല. അപ്പം ചിലർക്ക് ഇപ്പം നമ്മൾ ആ പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് മാറ്റിക്കഴിഞ്ഞാൽ സ്വഭാവം തിരിച്ച് പഴയതുപോലെ ആയെന്നിരിക്കും. ചിലർക്ക് ഇപ്പൊ നമുക്ക് അങ്ങനെ പറ്റുന്നില്ല, നമുക്ക് ചിലർക്ക് ചില പാട്ടുകൾ ഇട്ട് കൊടുത്താൽ കാമായെന്നിരിക്കും. പലർക്ക് പല രീതിയിലാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പം എന്ത് വർക്ക് ചെയ്യുന്നു, എന്ത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഒരു നോട്ട് ഉണ്ടാക്കുക. അപ്പൊ നെക്സ്റ്റ് ടൈം ആ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈ വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം രാത്രിയില് ഡിമെൻഷ്യ ഉള്ള ഒരു രോഗി എപ്പോഴും ഇറങ്ങി നടക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം നമ്മൾ നോക്കണം എപ്പോഴാണ് ഇറങ്ങി നടക്കുന്നത്, എത്ര നേരം, എത്ര പ്രാവശ്യം ഇറങ്ങി നടക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് എന്തുമാത്രമാണ്. ഞാൻ വീട് വിട്ടിറങ്ങാനായിട്ടാണോ നോക്കുന്നത്, അതോ വീടിനകത്ത് ഇറങ്ങി നടക്കുകയാണോ, എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക എന്താണ് രാത്രിയാകുമ്പം ടെൻഷൻ ആകുന്നതാണോ. പലപ്പോഴും ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസ് പകല് കിടന്ന് ഉറങ്ങിയിട്ട്
രാത്രി അവർ എഴുന്നേൽക്കുമ്പം അവർക്ക് നേരം വെളുക്കുന്നത് രാത്രിയാണ്. അപ്പൊ എഴുന്നേൽക്കുമ്പം വെട്ടമില്ല, വെളിച്ചമില്ല, ആരെയും കാണുന്നില്ല, നമ്മളൊക്കെ ഉറക്കമാണല്ലോ. അപ്പം അവർക്ക് ടെൻഷനാകും, എന്തിയേ എല്ലാരും എന്തിയേ എവിടെയാ എന്ന് പറഞ്ഞ് ചിലപ്പോൾ തപ്പാൻ ഇറങ്ങും. അതോ അവർക്ക് കിടക്കാൻ പറ്റുന്നില്ലേ, ശ്വാസം മുട്ടലോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ, അതോ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടിയാണോ ഈ എഴുന്നേക്കുന്നത്, എന്തുകൊണ്ടാണ് എഴുന്നേക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ ഒരു ബെഡ് ടൈം റുട്ടീൻ ഉണ്ടാക്കുക. അതായത് ഇപ്പം നമ്മൾ വെള്ളം കൊടുക്കുന്നതൊക്കെ വൈകുന്നേരം ഒരു 5 മണിക്ക് മുമ്പ് വരെ ഒരു 1.5 ലിറ്റർ കൊടുക്കുക. അതിനുശേഷം കഴിവതും വെള്ളവും ലിക്വിഡ്സും ഒന്നും കൊടുക്കാതെ ശ്രദ്ധിക്കുക. രാത്രി ലൈറ്റ് ഇടുക. അപ്പം അച്ഛന് എന്ന് പറഞ്ഞാൽ നൈറ്റ് ലൈറ്റ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് ഡിം ആയിട്ടുള്ള ലൈറ്റ്സ് കിട്ടും. അപ്പൊ അങ്ങനത്തെ ലൈറ്റ്സ് ഒക്കെ ഇടുന്നത് അവര് ഒത്തിരി കൺഫ്യൂസ്ഡ് ആകാതെ എന്തെവിടെയാണെന്നൊക്കെ കാണാനായിട്ടൊക്കെ സഹായിക്കും. അത് കൂടാതെ ഈ ബെഡ് ടൈം കറക്റ്റ് സമയത്ത് കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങനത്തെ ഒരു റുട്ടീനിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ ബെറ്റർ ആകും. അങ്ങനെ ഇതിൽ ഏതൊക്കെ ആ ഒരു പേഷ്യന്റിന് വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വർക്ക് ആവുന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് അതുകൊണ്ട് എന്തെങ്കിലും കുറഞ്ഞോ നമ്മൾ ചെയ്തപ്പോൾ വ്യത്യാസം ഉണ്ടായോ എന്ന് നോക്കുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കടക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഒരു ബിഹേവിയറൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കാനായിട്ടെന്ന് പറഞ്ഞാൽ പറയുമ്പം എനിക്ക് എളുപ്പമാണെങ്കിലും ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിചാരകർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരാറുണ്ട് ഡിമെൻഷ്യ ഒക്കെ ഉള്ള പേഷ്യൻസിനെ കെയർ ചെയ്യുമ്പോഴത്തേക്കും. ഒന്നാമത് തന്നെ ഒത്തിരി ഇമോഷണൽ സ്ട്രെസ്സും നമുക്ക് ഒത്തിരി ബേർഡൻ ആയിട്ട് തോന്നാനായിട്ട് സാധ്യതകളുണ്ട്. അതുപോലെ ഇപ്പം നമ്മുടെ ഒരു അച്ഛനോ അമ്മയോ കാര്യങ്ങൾ അറിയാതെ പ്രവർത്തിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ചിലരുടെ പേഴ്സണാലിറ്റിയെ മാറും. അപ്പൊ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇതെന്താ ഇങ്ങനെ ആകുന്നേ, ഇനി എന്തെങ്കിലും കൂടി നമുക്ക് ചെയ്യാനുണ്ടോ എന്നൊക്കെയുള്ള ഒരു ഇമോഷണൽ സ്ട്രെസ് ഭയങ്കരമാണ് ഈ ഒരു അസുഖത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ടയേർഡാകും. അതുകൂടാതെ ഇപ്പൊ അവരെ എഴുന്നേൽപ്പിക്കുക, എടുക്കുക, ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശാരീരികമായിട്ടും ഭയങ്കര ടയേർഡാകുന്ന ഒരു ജോലിയാണ് ഡിമെൻഷ്യ ഉള്ള ഒരാളെ പരിചരിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ ഡിമെൻഷ്യ ഒക്കെ ഉള്ള ഒരാളെ പരിചരിക്കുന്ന ആൾക്കാരെ ഇടയ്ക്കിടയ്ക്ക് മാറുന്നത് ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസിന് ബുദ്ധിമുട്ടാണ്. പുതിയ ഒരാളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും അത് ആരാന്ന് മനസ്സിലാക്കാനും ഒക്കെ ഭയങ്കര പാടാണ്. അപ്പം മിക്കപ്പോഴും ഡിമെൻഷ്യ ഉള്ള ഒരാളുടെ കൂടെ നിൽക്കുന്നത് ആരാണോ അവര് തന്നെയായിരിക്കും ഫുൾ ടൈം അവരെ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഫംഗ്ഷന് പോകാനായിട്ടോ അവർക്ക് എവിടെയെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പലപ്പോഴും പറ്റാതാകും. പലരിൽ നിന്നും നമ്മൾ എന്താ പറയാ ഒരു ഡിസ്റ്റൻസ് വരും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാരണം ഒരു സോഷ്യൽ ഐസൊലേഷനും ഈ പരിചാരകർക്ക് ഫീൽ ചെയ്യാറുണ്ട്. കൂടാതെ ഈ ഡിമെൻഷ്യയുടെ ഒക്കെ ആണെങ്കിലും ചികിത്സയും പിന്നെ ഓരോരോ അസുഖ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന്റെ പുറകെ ഉള്ള ചികിത്സയും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴും ഒരു ഫൈനാൻഷ്യൽ ബേർഡനും വരാറുണ്ട്. കാരണം പല സിറ്റുവേഷൻസിലും ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിൽ നോക്കാനായിട്ട് അല്ലെങ്കിൽ ഇപ്പം മിക്കവർക്കും ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വീട്ടിൽ ആൾ ഉണ്ടാവണമെന്നില്ല നോക്കാനായിട്ട്. അപ്പം നമുക്കൊരാളെ നിർത്തുക അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഫൈനാൻഷ്യൽ ബേർഡൻ വരുന്ന ഒരു കാര്യമാണ് പരിചാരകർക്ക്. കൂടാതെ നമ്മളെല്ലാം ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും കൂടി ചെയ്യണോ, ഇനി എന്തെങ്കിലും ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ഗിൽറ്റും ഒരു വിഷമവും എപ്പോഴും ഒരു ഡിമെൻഷ്യ ഉള്ള രോഗിയുടെ പരിചാരകർക്ക് ഉണ്ടാകാറുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിചാരകർ അവരവരുടെ ആരോഗ്യത്തിന് വേണ്ടിയും പ്രാധാന്യം കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറച്ച് ബ്രേക്ക് നമുക്കായിട്ട് എടുത്തേ പറ്റൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്യാം, റിലേറ്റീവ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഫോർമൽ കെയർ ഗിവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ ചില ഇടങ്ങളിലൊക്കെ ഇപ്പൊ പകൽ വീട് അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. അപ്പം അവിടെ നമുക്ക് കുറച്ച് നേരത്തേക്ക് ഈ പേഷ്യൻസിനെ ആക്കാം. അതങ്ങനെ ഒരു ചിട്ടയായിട്ട് ആക്കുകയാണെങ്കിൽ ആ കുറച്ച് സമയമെങ്കിലും പരിചാരകർക്ക് ഒരു ബ്രേക്ക് കിട്ടും, സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഒരു ഗ്യാപ്പ് കിട്ടും. അതൊക്കെ അവരുടെ ഒരു വെൽബീയിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇത് കൂടാതെ നമുക്ക് സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. ഡിമെൻഷ്യയുടെ പലതരം സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടും കേരളത്തിലുണ്ട്. അപ്പൊ അങ്ങനത്തെ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ജോയിൻ ചെയ്യുന്നതും നമ്മുടെ വെൽബീയിങ്ങിനും നമ്മുടെ സംശയങ്ങൾ തീർക്കാനായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സ്ട്രെസ് മാനേജ്മെന്റിന് വേണ്ടി സ്വന്തമായിട്ട് പരിചാരകർ തന്നെ അവർക്ക് വേണ്ടി സ്ട്രെസ് മാനേജ്മെന്റ് എക്സസൈസസ്, പിന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഹോബി കണ്ടിന്യൂ ചെയ്യുക, പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും നമ്മുടെ ഒരു വാല്യൂവും നമ്മൾ സ്വയം മനസ്സിലാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ടും നമ്മളെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടും സഹായിക്കും. ചില സമയങ്ങളിൽ നമ്മൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും ഈ ഒത്തിരി സ്ട്രെസ്സും പിന്നെ ഈ നോക്കുന്നവർക്കായിരിക്കും ചിലപ്പം ഉള്ള എന്താ പറയാ കുറ്റങ്ങളും ഒക്കെ കേൾക്കേണ്ടി വരുന്നത്. ഇങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെ നോക്കുന്നത് ശരിയാവുന്നില്ല, അച്ഛൻ ദേഷ്യപ്പെടുന്നത് ചിലപ്പോൾ നമ്മൾ നോക്കുന്നത് പോരാഞ്ഞിട്ടായിരിക്കും. അങ്ങനെ പല പല സ്ട്രെസ് പല രീതിയിൽ വരുമ്പം ചിലപ്പോൾ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായെന്നൊക്കെ ഇരിക്കാം. അങ്ങനെ വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ഒരു മാനസികാരോഗ്യത്തിന് വേണ്ടി നമുക്ക് ചിലപ്പോൾ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെൽപ്പും കൂടി എടുക്കേണ്ടി വന്നേക്കാം ഈ കെയർ ഗിവിങ് കുറച്ചുകൂടി ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഹെൽപ്പുകളും ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. കാരണം നമുക്ക് ഒരു ആരോഗ്യവും നമ്മളുടെ മനസ്സ് ഓക്കെ ആണെങ്കിലേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഡിമെൻഷ്യ ഉള്ള രോഗീനെ പരിചരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലപ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുന്ന വാക്കുകൾ തന്നെ അവർക്ക് ഒഫെൻസീവ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ സംസാരത്തിന്റെ ടോൺ കൊണ്ട് അവർ ഇറിറ്റേറ്റഡ് ആകും. അപ്പൊ അവർ ഇറിറ്റേറ്റഡ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ ഇറിറ്റേറ്റഡ് ആകും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ആ ഒരു പ്രശ്നങ്ങൾ കൂടും തോറും നമ്മുടെ സ്ട്രെസ്സും കൂടും. അപ്പൊ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിവതും ഒരു ശാന്തമായ അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള ആരോഗ്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് വേറൊരാളെ പരിചരിക്കാൻ പറ്റൂ എന്നുള്ളത് ശ്രദ്ധിക്കണം. വേണ്ടി വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ കയ്യിൽ നിന്ന് എപ്പോഴും ഹെൽപ്പ് സ്വീകരിക്കണം. ഇത് കൂടാതെ ഇപ്പൊ ഡിമെൻഷ്യ അങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻസ് അവര് ഡിമെൻഷ്യ തുടങ്ങുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ലീഗലും ഫൈനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ. അത് ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളൊരു അഡ്വക്കേറ്റിനെ കാണണം, അവരുടെ ചികിത്സയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പം ഇൻ കേസ് ഭയങ്കര സിക്കാകുകയാണ്, ഇപ്പോൾ ഒരു ആസ്പിറേഷൻ ന്യൂമോണിയ വരുന്നു, ശ്വാസം മുട്ടുന്നു, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാലിയേറ്റീവ് കെയർ മതിയോ, അതല്ലെങ്കിൽ നമുക്ക് ICU വേണോ, വെന്റിലേറ്റർ വേണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു സിറ്റുവേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് നമ്മളും ഫാമിലി ആയിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. അത് കൂടാതെ ഇപ്പം നമുക്ക് ചിലപ്പം വിൽപത്രവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാനായിട്ടുണ്ടാകും. അതൊക്കെ മറവിയൊക്കെ കൂടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളത് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യേണ്ടതാണെങ്കിൽ അത് നേരത്തെ ചെയ്തു വെക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം നമ്മൾ പലരും മക്കൾ പലയിടത്തും ജോലി ചെയ്യുന്നതായിരിക്കും. വേറെ എങ്ങനെ ആണ് ഇപ്പം വീട്ടിലൊരാൾക്ക് പെട്ടെന്ന് ഡിമെൻഷ്യ ഒക്കെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കെയർ ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന്റെ ഓപ്ഷൻസും ചിലപ്പോൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി വന്നേക്കാം. അത് സ്നേഹം ഇല്ലാത്തത് കൊണ്ടോ ഒന്നും ആയിരിക്കണം എന്നില്ല, പലർക്കും പലരുടെയും സാഹചര്യം കൊണ്ട് പോലും വേണ്ടി വന്നേക്കാം. അതിനായിട്ടും ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പല ഇടങ്ങളിലായിട്ട് അസിസ്റ്റഡ് ലിവിങ് ഹോംസ് ഉണ്ട്. അവിടെയൊക്കെ അവര് ഇങ്ങനത്തെ പേഷ്യൻസിനെയും അല്ലാത്ത പേഷ്യൻസിനെയും ഒക്കെ പരിചരിക്കുകയും നല്ല കെയർ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അത് കൂടാതെ ഹോം കെയർ സർവീസസ് ഉണ്ട്. ഇപ്പം ആർഡൻ പോലത്തെ ഹോം കെയർ സർവീസസിലാണെങ്കിൽ അവര് നമ്മളുടെ വീട്ടിൽ വന്ന് പേഷ്യന്റിനെ പരിചരിക്കുന്ന ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുകയും മുന്നോട്ട് കൂടുതൽ കെയർ വേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി വരും. കാരണം ഡിമെൻഷ്യ ഒരു പ്രോഗ്രസീവ് അസുഖം ആകുമ്പോൾ നമുക്ക് ഇത് കൂടി വരുന്ന ഒരവസ്ഥയിൽ എന്തൊക്കെ ഹെൽപ്പ് വേണ്ടി വരും, എന്തൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ കണ്ടുവെക്കുന്നതും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് കൂടാതെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് റിസോഴ്സസിനെ കുറിച്ചും കൂടി ഞാൻ പറഞ്ഞു തരാം. നമുക്ക് അൾസൈമേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേഷൻ ഉണ്ട്.
അപ്പം നമ്മുടെ ഈ വെബ്സൈറ്റിൽ www.als.org എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അൽസീമേഴ്സിനെ പറ്റിയുള്ള പ്രശ്നങ്ങളും അതിനെ പറ്റിയുള്ള രോഗത്തിനെ പറ്റിയുള്ള വിവരങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അങ്ങനത്തെ ടിപ്സും കാര്യങ്ങളും ഒക്കെ ആ ഒരു വെബ്സൈറ്റിൽ അവർ കുറെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഡിമെൻഷ്യ കെയർ ഹെൽപ്പ് ലൈൻസും ലോക്കൽ ഏജൻസീസും ഉണ്ട് ഡിമെൻഷ്യ ഉള്ള ആൾക്കാരുടെ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഡിമെൻഷ്യ ഇന്ത്യ അലയൻസ് എന്ന് പറഞ്ഞ ഒരു ഓൾ ഇന്ത്യ നെറ്റ്വർക്കാണ്. അവിടെ നമുക്ക് സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഡിമെൻഷ്യ ഇന്ത്യ അലയൻസ്. ഈസ് ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ കൊച്ചിയിൽ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ്. അതിനകത്ത് അവരാണെങ്കിൽ വീട്ടിൽ വന്ന് ഇന്റർവീൻ ചെയ്യും. അതായത് ബ്രെയിൻ സ്റ്റിമുലേറ്റിംഗ് ആക്ടിവിറ്റീസ്, കുറച്ച് ഫിസിയോതെറപ്പി, അങ്ങനത്തെ പല പല ഇന്റർവെൻഷൻസ് വെച്ചിട്ട് ഈ ഡിമെൻഷ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ പേഷ്യന്റിന്റെ വെൽബീങ്ങിന് വേണ്ടിയിട്ടുമുള്ള അഡ്വൈസും കാര്യങ്ങളും ഒക്കെ അവർ വീട്ടിൽ വന്ന് തരുന്ന ഒരു ഗ്രൂപ്പാണ് ഈസ് ഡിമെൻഷ്യ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇത് കൂടാതെ നമുക്ക് ARDSI, അതായത് അൽസീമേഴ്സും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിന്റെ ഒരു ഗ്രൂപ്പാണ് ARDSI. അതിന്റെ വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട്, അതായത് ഇപ്പൊ തൃശ്ശൂർ, കോഴിക്കോടും ട്രിവാൻഡ്രത്തും അവർക്ക് ഡിമെൻഷ്യ ഉള്ള പേഷ്യൻസിന് വേണ്ടി കെയർ ഹോംസ് ഉണ്ട്. കോഴിക്കോട്, എറണാകുളം, പത്തനംതിട്ട, ട്രിവാൻഡ്രം അവിടെയൊക്കെ അവർക്ക് ഓൾറെഡി സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സ് ആണ്. എടവനക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് കൊച്ചിയിലാണത്, അവിടെ ഒരു കെയർ ഹോം ആയിട്ടുണ്ട് ഈ ARDSIയുടെ. ഇത് പെയ്ഡ് ആണ്. 1-2 എണ്ണം നോൺ പെയ്ഡ് ആയിട്ടുള്ള കെയർ ഹോംസും ഡിമെൻഷ്യ പേഷ്യൻസിന് വേണ്ടി ഇവരുടെ ഉണ്ട്. ഇത് കൂടാതെ ഈ സ്മൃതിപദം എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുടെ കൂടെ ഡേ കെയർ സെന്റേഴ്സ് ഉണ്ട്. ഫുൾ ടൈം ഡേ കെയർ സെന്റർ, ഫുൾ ടൈം സെന്റർ ആയിട്ടും ഉണ്ട്. തൃശ്ശൂരിൽ ഡേ കെയർ ആയിട്ടും ഉള്ള സെന്റേഴ്സ് ഉണ്ട്. ഈ എടവനക്കാടുള്ള കെയർ ഹോം ഒരു ഫുൾ ടൈം കെയർ സെന്റർ ആണ്. അണ്ടർ സ്മൃതിപദം എന്ന് പറഞ്ഞ പദ്ധതിയുടെ അണ്ടറിലായിട്ട് വരുന്ന കെയർ ഹോമാണ്. ഇതൊക്കെ നമുക്ക് റെസ്പൈറ്റ് കെയറിനും, അല്ലെങ്കിൽ എന്താ റെസ്പൈറ്റ് കെയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടെമ്പററി ആയിട്ട് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് വീട്ടില് 2 പ്രായരുണ്ട്, ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു, അഡ്മിറ്റ് ആകേണ്ടി വന്നു, അപ്പൊ നമ്മൾ ബൈസ്റ്റാൻഡർ ആയിട്ട് പോകുമ്പോൾ മറ്റേ ആളെ എവിടെയാക്കും എന്നൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ സപ്പോർട്ട് ഗ്രൂപ്പ്സും കെയർ ഹോംസും ഒക്കെ ടെമ്പററി ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഓൺലൈൻ ഫോറംസും കെയർ ഗിവർ ആപ്സും ഒക്കെ അവൈലബിൾ ആണ് ഡിമെൻഷ്യയ്ക്ക് വേണ്ടിയിട്ട്. അത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനത്തെ കാര്യങ്ങളിലും ഒക്കെ നമുക്ക് കുറെ പേര് നമ്മളുടെ സിമിലർ സിറ്റുവേഷൻസിലൂടെ ഗോ ത്രൂ ചെയ്യുമ്പം അവർക്ക് പല പല കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടും നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും ഒക്കെ വളരെ ഒരു സപ്പോർട്ട് ആയിട്ട് വരാറുണ്ട്. എക്സ്ക്യൂസ് മീ മാം. യെസ് മാം പറഞ്ഞില്ലേ സ്മൃതിപദം എന്ന് പറഞ്ഞില്ലേ, അത് പെയ്ഡ് ആണോ നോൺ പെയ്ഡ് ആണോ? സ്മൃതിപദം നോൺ പെയ്ഡ് ആണ്, പക്ഷെ അത് ഒത്തിരി സ്ഥലങ്ങളിലില്ല. ഇപ്പൊ തൃശ്ശൂരുണ്ട്, പിന്നെ എറണാകുളത്ത് എടവനക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ നമ്മള് പേഷ്യൻസിനെ അവിടെ സ്റ്റേ ചെയ്യിപ്പിക്കണോ അതോ? ഇല്ല, ഈ എടവനക്കാട് ഉള്ളിടത്ത് സ്റ്റേ ചെയ്യിപ്പിക്കാം, അല്ലാത്തവർക്ക് സ്റ്റേ ചെയ്യിപ്പിക്കാതെ ഇരിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. തൃശ്ശൂര് ഡേ കെയർ ആയിട്ടാണ്, അപ്പൊ സ്റ്റേ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ പകല് കൊണ്ട് വിടുന്നു, വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരുന്നു, അങ്ങനത്തെ രീതിയിലാണ്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. പിന്നെ നമുക്ക് കെയർ ഗിവർ ട്രെയിനിങ് വർക്ക്ഷോപ്സ് ഇപ്പം ഈ നടക്കുന്നത് പോലെ തന്നെ പല പല വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ട്. അതും നമ്മൾക്കുള്ള ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടും കുറച്ചുകൂടി എംപവേർഡ് ആകാനായിട്ട് സഹായിക്കും. അങ്ങനത്തെ വർക്ക്ഷോപ്സ് ഒക്കെ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നതും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് കൂടാതെ ചില ബുക്കുകളൊക്കെ ഉണ്ട്. ഇതിപ്പം ഞങ്ങളുടെ ഒരു പേഷ്യന്റിന്റെ മകൻ എഴുതിയതാണ്, ഒരു അൽസൈമേഴ്സ് പരിചാരകന്റെ ഓർമ്മക്കുറിപ്പുകൾ. ഇത് ഇങ്ങനത്തെ ബുക്കുകളും ഒക്കെ വായിക്കുന്നത് അവര് ഗോ ത്രൂ ചെയ്ത സ്ട്രഗിൾസും ഒക്കെ അറിയാനായിട്ടും അവരെങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതൊക്കെ അറിയാനായിട്ടും എന്തൊക്കെ ചിന്തിച്ചു എന്നുള്ളതൊക്കെ അറിയാനായിട്ടും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ബുക്കുകൾ വായിക്കുന്നതും ഒക്കെ നമ്മള് മാനസികമായിട്ടുള്ള ഇത് വെൽബീങ്ങിന് സഹായിക്കും പരിചാരകർക്ക്. ഇൻ സമ്മറി, ഡിമെൻഷ്യ ഒരു രോഗിയെ മാത്രമല്ല,
ആ ഫുൾ ഫാമിലീനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആ അസുഖത്തിനെ പറ്റി നമ്മൾ അറിയണം. കൂടുതൽ അറിയുന്നതാണ് അത് ഡീൽ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം. കൂടുതൽ അറിയും തോറും നമുക്ക് ആ ഒരു രോഗിയോടുള്ള പെരുമാറ്റം നമ്മളുടെ ബെറ്റർ ആകും. നമ്മൾ കാരണം ദേഷ്യവും അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടുത്തുന്ന രീതിയിലത്തെ സ്വഭാവമായി നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ അജിറ്റേഷനും അവരുടെ ഇറിറ്റേഷനും കൂടത്തേ ഉള്ളൂ. അത് പ്രശ്നങ്ങൾ മോശമാക്കത്തേ ഉള്ളൂ. ഒരു സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം, അത് സ്വഭാവം ബെറ്റർ ആവുകട്ടെ മോശമാകട്ടെ, സാധാരണ ഉള്ള ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ഇപ്പം നല്ല അലേർട്ടായിട്ടിരിക്കുന്ന ആള് പെട്ടെന്ന് കൂടുതൽ ഉറങ്ങുക, നന്നായിട്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആള് തെറി വിളിക്കാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും സ്വഭാവത്തിൽ വ്യത്യാസം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നോക്കണം. എന്തെങ്കിലും ഇൻഫെക്ഷന്റെ തുടക്കമാണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് നോക്കി കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. തുടക്കത്തിൽ അത് അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ അഡ്രസ് ചെയ്യാം. അല്ലെങ്കിൽ അത് വളരെ മോശമായി കഴിയുമ്പം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ ബെറ്റർ ആക്കാനായിട്ട്. പിന്നെ വീട്ടിൽ വേണ്ടുന്ന സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ എടുക്കണം. രോഗിക്ക് വേണ്ടി കെയർ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത്.